Hi everyone, myself Jamshid. I'm a personal fitness trainer, Chhattisgarh, Raipur. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ജി വി രാജിൽ നിന്നും ഫിസിക്കൽ എഡ്യൂക്കേഷൻ പാസ് ഔട്ടായി ഫിറ്റ്നസ് എന്ന ഫീൽഡിലോട്ട് വന്നൊരു പേഴ്സണാണ്. സോ ഞാനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കായ പേഴ്സണൽ ട്രെയിനർ എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, വിൽ സ്റ്റാർട്ട്. ഐ വിൽ ഷോ ദ ജിം ഫസ്റ്റ്. ദിസ് ഇസ് ദ ജിം. ജസ്റ്റ് ഷോ ദ മെഷീൻ ഫസ്റ്റ്. And this one, and please come forward. This one, yeah. This one, just show this one and this, yeah. Come here. This that one. Come here. Yes. Yes. ഞാൻ നിങ്ങൾക്ക് ജിം ഫുള്ളായിട്ട് കാണിച്ചു തന്നു. ഇനി നമ്മൾ ഓരോ മെഷീൻസിലും എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ആ വർക്കൗട്ട് നമ്മളെ മസിൽസിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ദിസ് ഈസ് ചെസ്റ്റ് പ്രസ് മെഷീൻ. ഞാൻ നിങ്ങൾക്ക് ചെസ്റ്റ് പ്രസ് മെഷീൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതേപോലെ ചെസ്റ്റ് പ്രസ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സിറ്റിംഗ്. ദിസ് സിറ്റിംഗ് പോസ്റ്റർ. ഈ സിറ്റിംഗ് പോസ്റ്റർ നമ്മളെപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിംഗ് പോസ്റ്റർ ആൻഡ് ഗ്രിപ്പ് നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഗ്രിപ്പ് നല്ലതുപോലെ പവർഫുള്ളായിട്ടുള്ള ഗ്രിപ്പ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെയ്റ്റ്സ് ഉണ്ട്. നമ്മൾ വെയ്റ്റ്സ് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഗ്രിപ്പ് നമ്മൾ പ്രോപ്പർ ഗ്രിപ്പ് ചെയ്തതിന് ശേഷം സ്ലോലി പുഷ് അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, പുഷ് അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, പുഷ് അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, പുഷ് അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ. ഓക്കെ, ഇങ്ങനെ നമ്മൾ എല്ലാ മെഷീൻസിലും നമ്മൾ ഒരു 3 ടൈപ്പായിട്ട് എക്സസൈസ് നമുക്ക് വർക്കൗട്ട് ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് കൗണ്ട്സ് 15 കൗണ്ട്സ്, അത് കഴിഞ്ഞിട്ട് 12 കൗണ്ട്സ്, അത് കഴിഞ്ഞിട്ട് 10 കൗണ്ട്സ്. അങ്ങനെ എല്ലാ മെഷീൻസിലും നമ്മൾ ഏതൊരു മെഷീൻസിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഒരു ടാർഗറ്റ് നമ്മൾ 3 സെറ്റ്സ് ഒരു ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബാക്കിൻ്റെ ഒരു മെഷീനാണ്. ദിസ് ഈസ് ലാറ്റോ പുൾ ഡൗൺ മെഷീൻ. ഓക്കെ, ഇതും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് സിറ്റ് പ്രോപ്പർ ആൻഡ് ട്രൈ ടു ക്യാച്ച് യുവർ ഗ്രിപ്പ് ആൻഡ് സ്ലോലി പുൾ ഡൗൺ ആൻഡ് അപ്പ്, പുൾ ഡൗൺ ആൻഡ് അപ്പ്, പുൾ ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, ഇതിലും അതുപോലെ തന്നെ നമ്മൾ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു ബൈസെപ്സിൻ്റെ എക്സസൈസാണ്. ബൈസെപ്സ് കേൾ മെഷീൻ. ദിസ് ഇസ് ബൈസെപ്സ് കേൾ മെഷീൻ ആൻഡ് ഐ വിൽ ഷോ യു ദാറ്റ്. ഇതിലും അതുപോലെ തന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. Okay, after that sit proper and slowly push up
and slowly down, up and down, up and down. Yeah, അങ്ങനെ എന്നാൽ നിങ്ങൾക്ക് ബൈസെപ്സിൻ്റെ എക്സസൈസും കാണിച്ചു തന്നിരിക്കുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഷോൾഡർ മെഷീൻസിലേക്കാണ്. ദിസ് ഷോൾഡർ പ്രസ് മെഷീൻ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ഗ്രിപ്പ് പ്രോപ്പറായിട്ട് ഗ്രിപ്പ് ചെയ്യണം, അതുപോലെ തന്നെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് മേക്ക് യുവർ ഗ്രിപ്പ് പ്രോപ്പർ ആൻഡ് സ്ലോലി പുഷ് അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ, അപ്പ് ആൻഡ് സ്ലോലി ഡൗൺ. ഓക്കെ, ഈ മെഷീൻ നമുക്ക് നമ്മുടെ ഷോൾഡർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഷോൾഡർ എക്സസൈസ് ആണ്, ലേറ്റർ റൈസ് മെഷീൻ. ഓക്കെ, ഇതിലും നമ്മൾ അതേപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഗ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ഓൾറെഡി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, then slowly up and down, up and down, up and down. Okay, this machine ഇത് നമ്മുടെ ഷോൾഡർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, ഷോൾഡർ ഡെൽറ്റോയിഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ഗുഡ് മെഷീൻ. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു ട്രൈസെപ്സിൻ്റെ മെഷീനാണ്, ട്രൈസെപ്സ് ഡിപ്സ് മെഷീൻ. ഓക്കെ, ഇതിലും അതേപോലെ തന്നെ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വെയിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഗ്രിപ്പ് ലൈക്ക് ദിസ് ആൻഡ് സ്ലോലി പുൾ ഡൗൺ ആൻഡ് അപ്പ്, ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, ഇത് നമ്മുടെ ട്രൈസെപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷീനാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് എഫക്റ്റീവ് മെഷീൻ. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ലേറ്റർ സിറ്റിംഗ് പുൾ ഡൗൺ മെഷീൻ. ഓക്കെ, ഓക്കെ, ദിസ് ഇസ് ലേറ്റർ പുൾ ഡൗൺ മെഷീൻ. ഇതിലും അതേപോലെ തന്നെ വെയിറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ സിറ്റിംഗ് പോസ്റ്റർ കറക്റ്റ് ചെയ്യാം. അതിനുശേഷം ഗ്രിപ്പ്, ഇതിൽ നമ്മൾ എപ്പോഴും ഗ്രിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വൈഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ പ്രോപ്പർ ഗ്രിപ്പ്. ഓക്കെ, ദെൻ സ്ലൈലി അപ്പർ ബോഡി ബാക്ക്വേർഡ് ബെൻഡ്. നമ്മൾ അപ്പർ ബോഡി സ്ലൈലി ബാക്കിലേക്ക് ബെൻഡ് ചെയ്യണം. സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്, സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്, സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒരു മൾട്ടി മെഷീനാണ്. ദിസ് ഇസ് എ മൾട്ടി മെഷീൻ. ഇതിൽ നമുക്ക് ട്രൈസെപ്സ് വർക്കൗട്ട് ചെയ്യാം, അതുപോലെ തന്നെ ബൈസെപ്സ് വർക്കൗട്ട് ചെയ്യാം, അതുപോലെ തന്നെ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഐ വിൽ ഷോ യു ദ ട്രൈസെപ്സ് എക്സസൈസ് ഫസ്റ്റ്. ഇത് ട്രൈസെപ്സ് പുൾ ഡൗൺ എക്സസൈസ്, റോപ്പ് പുൾ ഡൗൺ എക്സസൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എൻ്റെ ട്രൈസെപ്സ് വർക്കാവുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ബൈസെപ്സും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, see, this is a bicep exercise, biceps curl with cable. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ബൈസെപ്സ് വർക്ക് ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെസ്റ്റ് എക്സസൈസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു ബാക്ക് എക്സസൈസ് ചെയ്യുന്ന മെഷീനാണ്, ലാറ്ററൽ പുൾ ഡൗൺ മെഷീൻ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഗ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സിറ്റിംഗ് പോസ്റ്റർ ശരിയാക്കാം. അതിനുശേഷം ഗ്രിപ്പ് ചെയ്യാം. ഓക്കെ, then slowly pull down and up, pull down and up. Okay,
ഈ മെഷീൻ നമ്മുടെ ലാറ്ററൽ മസിൽസ് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഓൾസോ വെരി ഗുഡ് മെഷീൻ. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതുപോലെ തന്നെ ബാക്കിൻ്റെ വേറൊരു മെഷീനാണ്. ഇതും അതുപോലെ തന്നെ ലാറ്ററൽ പുൾ ഡൗൺ മെഷീനാണ്. ഇതിൻ്റെ വേരിയേഷൻസ് ഉള്ള മെഷീനാണ്. ഇതിൻ്റെ ഗ്രിപ്പിന് ചേഞ്ച് ഉണ്ട്. ഇത് നോക്കൂ, ഇതിൻ്റെ ഗ്രിപ്പ് നോക്കൂ. നമ്മൾ ഇത് ഇസ് എ ഫോർവേഡ് ഗ്രിപ്പ്. ഓക്കെ, ദിസ് ഇസ് ബാക്ക്വേഡ് ഗ്രിപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡിഫറൻസ്. ആൻഡ് ഈ മെഷീൻസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിനും ഡിഫറെൻറ്റ് ഫീലാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു മെഷീനാണ് ബാക്ക് പുൾ ഓവർ മെഷീൻ. ദിസ് ഓൾസോ ഇസ് വെരി ഗുഡ് എഫക്റ്റീവ് മെഷീൻ. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിലും അതുപോലെ തന്നെ നമ്മൾ വി ഹാവ് ടു സിറ്റ് പ്രോപ്പർ ആൻഡ് ഗ്രിപ്പ് പ്രോപ്പർ. ഓക്കെ, and slowly down and up, down and up, down and up. Yes. Okay, അടുത്ത് ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഒരു ഷോൾഡർ പ്രസ് മെഷീനാണ്. ഇതും അതുപോലെ തന്നെ വെയിറ്റ് ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വെയ്റ്റ്സ് ഉണ്ട്. ഇതിൽ നമുക്ക് വെയ്റ്റ്സ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് വെയിറ്റ് ആഡ് ചെയ്യുന്ന. ഓക്കെ, ഇവിടെയാണ് വെയിറ്റ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ സിറ്റിംഗ് പോസ്റ്റ് നമ്മൾ ശരിയാക്കുക ഇവിടെ. ഓക്കെ, അതിനുശേഷം ഗ്രിപ്പ് പ്രോപ്പറായിട്ട് ചെയ്യാം. നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ ഗ്രിപ്പ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗ്രിപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് റിസ്റ്റിന് പെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും റിസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ ഷോൾഡർ പ്രസ് മെഷീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഓക്കെ, ദെൻ സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്, സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്, സ്ലോലി ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, അങ്ങനെ ഇതാണ് ഷോൾഡർ പ്രസ് മെഷീൻ. അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഡംബിൾസ് ആണ്. ദിസ് ഓൾ ആർ ഡംബിൾസ്, ഹെവി ഡംബിൾസ്. ഡംബിൾസിൽ നമുക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാം. നമുക്ക് ബൈസെപ്സ് കേൾ ചെയ്യാം, ഹാമർ കേൾ ചെയ്യാം, അതുപോലെ തന്നെ ഷോൾഡർ പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ട്രൈസെപ്സ് ബെൻഡ് ഓവർ ട്രൈസെപ്സ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് ബൈസെപ്സ് ഡംബിൾ കേളാണ്. ഓക്കെ, നമ്മൾ ഏതൊരു ഡംബിൾ നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോഴും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗ്രിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ സ്ലോലി അപ്പ് ആൻഡ് ഡൗൺ, സ്ലോലി അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒരു ബൈസെപ്സിനുള്ള എക്സസൈസാണ്. നമ്മുടെ ബൈസെപ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന എക്സസൈസാണ് ബൈസെപ്സ് കേൾ, അതുപോലെ തന്നെ ഹാമർ കേൾ ആൻഡ് അതുപോലെ തന്നെ ബാബൽ ബൈസെപ്സ് കേൾ. ഓക്കെ, ഐ വിൽ ഷോ യു ദ ബാബൽ ബൈസെപ്സ് കേൾ. കം ഹിയർ. ഓക്കെ, ദിസ് ഓൾ ആർ ബാബൽസ്. ഇതിന് ഡിഫറെൻറ്റ് വെയ്റ്റ്സ് ഉണ്ട്. 20 kg, 30, 40, 50, 60 and all. ഓക്കെ, സോ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വെയ്റ്റ്സ് നമ്മൾ ചൂസ് ചെയ്യാം. ആൻഡ് ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബൈസെപ്സ് ബാബൽ കേൾ എക്സസൈസ് ആണ്. ഓക്കെ, നമ്മൾ ഏതൊരു ബാബൽ എക്സസൈസ് അതുപോലെ തന്നെ ഡംബൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ ലെവൽ നമ്മൾ ഫീറ്റ് ഷോൾഡർ ലെവൽ വയ്ക്കണം. അതുപോലെ തന്നെ സ്ലൈഡ്ലി നീ ബെൻഡ് ചെയ്യണം. ആൻഡ് നമ്മുടെ ബാക്ക് ഒരിക്കലും ബാക്കിലോട്ട് പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഓവറായിട്ട് ഫ്രണ്ടിലോട്ട് വരാൻ പാടില്ല. ഓക്കെ, വി ജസ്റ്റ് കീപ് സ്ട്രെയിറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്ലോലി അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബാബലിൻ്റെ ഒരു എക്സസൈസ് കാണിച്ചു തന്നു. ഇത് നമ്മുടെ ബൈസെപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ ബാക്ക്വേർഡ് ബെൻഡോ ഫോർവേഡ് ബെൻഡോ ആവാൻ പാടില്ല. അത് ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിന് ഇഞ്ചറി വരും. അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ മസിൽസിലോട്ട് എഫക്റ്റ് ചെയ്യില്ല. സോ വി ഷുഡ് ഹാവ് ടു
be straight and slightly knee bend. That's it. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മോസ്റ്റ്ലി അപ്പർ ബോഡിക്കുള്ള എല്ലാ മെഷീൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമ്മൾ പോകുന്നത് ലോവർ ബോഡിയിലോട്ടുള്ള മെഷീൻസാണ്. അതിൽ ലെഗ് പ്രസ് ഉണ്ട്, അതേപോലെ ലെഗ് കേൾ, കാഫ് റൈസ്, ഹാംസ്ട്രിങ് റൈസ്. നമ്മുടെ അപ്പർ ബോഡിയെ പോലെ തന്നെ നമ്മുടെ ലോവർ ബോഡിയും ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലോവർ ബോഡിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്ട്രെങ്ത് അപ്പർ ബോഡി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വി ആർ ഗോയിങ് ഫോർ നെക്സ്റ്റ് ലോവർ ബോഡി സെക്ഷൻ. ലെറ്റ്സ് ഗോ. ഇത് ലെഗ് പ്രസ് മെഷീനാണ്. ഇതൊരു ലോവർ ബോഡി എക്സസൈസ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ ദിസ് മെഷീൻ വി ഹാവ് ടു അഡ്ജസ്റ്റ്. ഫസ്റ്റ് നമ്മുടെ സിറ്റിംഗ് പോസ്റ്റ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് സിറ്റിംഗ് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ കീപ്പ് യുവർ ലെഗ്സ് ഹിയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോലി പുഷ് അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, ഇത് നമ്മുടെ ക്വാഡ്രിസെപ്സ് മസിൽസിൽ യൂസ് ചെയ്യാം. ഇറ്റ്സ് എ വെരി എഫക്റ്റീവ് എക്സസൈസ് ഫോർ ക്വാഡ്രിസെപ്സ് മസിൽസ്. ഓക്കെ, 5, 6, 7, 8, 9, 10. ഇങ്ങനെ നമ്മൾ 3 സെറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. 15 and 12 and 10. ഓക്കെ, അടുത്തത് നമ്മൾ പോകുന്നത് ഒരു ലെഗ് കേൾ മെഷീൻസിലോട്ടാണ്. ദിസ് leg extension machine. Okay, this also effective for quadriceps muscles. Okay, ഇതിലും നമ്മൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ പെർഫെക്റ്റ് പോസ്ചർ ആവാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവേഴ്സാണ് ഇത് രണ്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദിസ് ഇസ് എ ഗ്രിപ്പ് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യാം. ഓക്കെ, ദെൻ സ്ലോലി അപ്പ് ഡൗൺ ആൻഡ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഓക്കെ, ഇതും നമ്മുടെ ലോവർ ബോഡി ക്വാഡ്രിസെപ്സ് മസിൽസ് സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇറ്റ്സ് ഓൾസോ വെരി വെരി വണ്ടർഫുൾ മെഷീൻ, വെരി ഗുഡ് മെഷീൻ. ഓക്കെ, അടുത്തത് നമ്മൾ പോകുന്നത് ഹാംസ്ട്രിങ് കേൾ. ഓക്കെ, ലെഗ് കേൾ, ഹാംസ്ട്രിങ് കേൾ. ഓക്കെ, ഹാംസ്ട്രിങ് കേൾ മെഷീൻസാണ്. ഇത് നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഐ വിൽ ഷോ യു. ഇവിടെയാണ് ഇതിൻ്റെ മെഷീൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഇതും നമ്മൾ അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലിവറാണ്. ഓക്കെ, സ്ലോലി ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ്. ഓക്കെ, so next we are going for calf curl machine. Okay, I'll show you there. This is one calf muscles develop ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഓക്കെ, ഇതിൻ്റെ വെയ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഓക്കെ, ലോട്ട്സ് ഓഫ് വെയ്റ്റ്സ് ആർ there. We can use whatever we need. So നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഐ എം ജസ്റ്റ് മേക്കിംഗ് ദ ഫുൾ വൺസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഈ മെഷീൻസ് ഇവിടെ ഡെവലപ്പ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. സോറി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഗ്രിപ്പ്, ഹാൻഡ്സ് ഗ്രിപ്പ് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫുൾ അപ്പ് ആൻഡ് റൈസ് എ കാഫ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലോവർ ബോഡി സെക്ഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പോകുന്നത്, അപ്പം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ
ഓൾ വെയ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള മെഷീൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നമ്മൾ പോകുന്നത് കാർഡിയോ സെക്ഷനിലോട്ടാണ്. കാർഡിയോ സെക്ഷനിലോ ഇറ്റ്സ് എ 2 ടൈപ്പ് ഓഫ് കാർഡിയോ സെക്ഷൻ. ഒന്ന് നമ്മൾ മെഷീൻസിൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ HIIT എക്സസൈസുകൾ ചെയ്യുന്നത്. HIIT എക്സസൈസുകൾ എന്ന് പറയുന്നത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രോസ് ഫിറ്റ്നസ് സെക്ഷനിലാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് കാർഡിയോ സെക്ഷനിലോട്ടാണ്. അതിൽ ട്രെഡ്മില്ലുണ്ട്, അതുപോലെ തന്നെ സ്പിന്നിങ് മെഷീൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്പിന്നിങ് സെക്ഷനാണ്. ഇതൊരു കാർഡിയോ സെക്ഷനാണ്. നമ്മൾ ദിസ് ആ സ്പിന്നിങ് മെഷീൻ. ഇത് നമ്മുടെ സൈക്കിൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്പിന്നിങ് മെഷീൻ യൂസ് ചെയ്യേണ്ടത്. സോ ഇതിൻ്റെ ലെഗ് ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ലെഗ് ഗ്രിപ്പ്, നമ്മൾ ലെഗ് ഗ്രിപ്പ് ചെയ്തിട്ട് നമ്മൾ സൈക്കിൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ഹാൻഡിലാണ് ഇവിടെ. ഇത് നമുക്ക് ഇത് പ്രസ് ചെയ്താൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കിതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡെവലപ്മെൻറ്റ്സും ഇതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പിന്നിങ് മെഷീൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാർഡിയോ സെക്ഷനാണ്. ഇപ്പം എല്ലാ ജിമ്മിലും നമ്മൾ സ്പിന്നിങ് ക്ലാസ്സസ് നടക്കാറുണ്ട്. സ്പിന്നിങ് ക്ലാസ്സസ് നടക്കുന്നത് 1 അവറിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഹാഫ് ആൻ അവറിൻ്റെ ക്ലാസ്സുകൾ, അങ്ങനെയാണ്. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്പിന്നിങ് ചെയ്തുകൊണ്ടിരിക്കുക. സോ in between that we'll get a small gap, so we can lose lots of calories, lots of weights in spinning machines. ഞാൻ നിങ്ങൾക്ക് all spinning machines കാണിച്ചു തരാം. So too much spinning machines are there. ഒരുപാട് സ്പിന്നിങ് മെഷീൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ വി ആർ മേക്കിംഗ് 1 hour classes for like spinning cycles. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് നമ്മൾ പോകുന്നത് ട്രെഡ്മിൽ സെക്ഷനിലോട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ട്രെഡ്മിൽ കാണിച്ചു തരാം. ട്രെഡ്മിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹൗ ടു സ്റ്റാർട്ട് ട്രെഡ്മിൽ, ഹൗ ടു റൺ ട്രെഡ്മിൽ, ഹൗ ടു സ്റ്റോപ്പ് ട്രെഡ്മിൽ. ഓക്കെ, ദെൻ വിൽ സീ ഇൻ ദെയർ. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ട്രെഡ്മിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ഓക്കെ, ദിസ് ഇസ് എ ട്രെഡ്മിൽ. സോ ട്രെഡ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ദിസ് ഇസ് എ സ്റ്റാർട്ടിംഗ് ബട്ടൺ. സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ദിസ് ഇസ് എ സ്പീഡ് അഡ്ജസ്റ്റിംഗ് മെഷീൻ, സ്വിച്ച്. കം ഹിയർ, പ്ലീസ് കം ഹിയർ. ഓക്കെ, ഇവിടെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ട്രെഡ്മിൽ ചെയ്യുമ്പോഴും നമ്മൾ ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെരി സ്ലോലി. Then after that we have to increase the speed slowly. Okay, നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്പീഡ് മാക്സിമം ഹൈയിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രെഡ്മിൽ നിന്നും താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. സോ വി ഹാവ് ടു ഇൻക്രീസ് വെരി സ്ലോലി. ആൻഡ് ട്രെഡ്മിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹീൽ ടു ടോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലായിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടോ ടു ഹീൽ. സോ ട്രെഡ്മിൽമേ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീൽ ടു ടോയാണ്. കാരണം നമ്മൾ ഒരു മെഷീൻസിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹീലെ ടച്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ദിസ് ഇസ് എ റണ്ണിങ്. ഓക്കെ, ഇങ്ങനെയാണ് വാക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സ്ലോലി റണ്ണിങ് ആക്ഷൻ. നമ്മൾ നോർമലായിട്ട് നമ്മൾ ഫ്ലോറിൽ ഗ്രൗണ്ടിൽ നമ്മൾ ജോഗ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ട്രെഡ്മില്ലിൽ നമുക്ക് ജോഗ് ചെയ്യാം. ഓക്കെ, നമ്മൾ ട്രെഡ്മിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സ്ലോലി നമ്മൾ സ്പീഡ് ഡിക്രീസ് ചെയ്ത് വന്നിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ പതുക്കെ സ്പീഡ് ഡിക്രീസ് ചെയ്ത് വന്നിട്ട് നമുക്ക് വി ക്യാൻ സ്റ്റോപ്പ് ദ ട്രെഡ്മിൽ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ട്രെഡ്മിൽ സ്റ്റോപ്പ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രെഡ്മിൽ വോക്ക് ചെയ്യുന്നത്, ട്രെഡ്മിൽ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അടുത്തത് നമ്മൾ പോകുന്നത് ക്രോസ് ഫിറ്റ് സെക്ഷനിലോട്ട്. ഓക്കെ, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ക്രോസ് ഫിറ്റ് സെക്ഷനാണ്. ദിസ് ആർ ബാറ്റൽ റോപ്സ്. ഓക്കെ, ബാറ്റൽ റോപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ് എ
ഇതൊരു കാർഡിയോ എക്സസൈസ് ആണ്, അതുപോലെ തന്നെ ഇസ് എ വെരി ഗുഡ് കോർ സ്ട്രെങ്തനിങ് എക്സസൈസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ കെറ്റൽ ബെൽറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്, കെറ്റൽ റോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫീറ്റ് മോർ ദൻ ഷോൾഡർ ലെവൽ. ഓക്കെ, ഫീറ്റ് നമ്മളെപ്പോഴും മോർ ദൻ ഷോൾഡർ ലെവലിൽ വെക്കണം. സ്ലൈഡ്ലി നീ ബെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ബാക്ക് സ്ട്രെയിറ്റ് വെക്കും. Okay, keep your back straight, slightly knee bend and feet more than shoulder level. Okay, അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതും ഒരു കോർ ഫിറ്റ്നസ് എക്സസൈസ് ആണ്. ഓക്കെ, നമ്മൾ വെയിറ്റ് ആഡ് ചെയ്തിട്ട് മാക്സിമം സ്പീഡിൽ നമ്മൾ റൺ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ക്രോസ് ഫിറ്റ്നസ് സെക്ഷൻ. അതുപോലെ തന്നെ ഇവിടെ ടയറുണ്ട്, നമ്മൾ ടയർ ലിഫ്റ്റിംഗ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള സ്റ്റഡീസിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുമെന്നും ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഇറ്റ്.